പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UAE-യിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് കർശന നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് എത്തുന്നവരെ ഏതു വിധേനയും പൂട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ലഗേജിൽ കൊണ്ടുവരാൻ പറ്റുന്നവ ഏതൊക്കെയാണെന്ന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ UAE-യിലെ അതാത് വിമാനത്താവളങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളുമായി എത്തുന്നവരെ ഒരു കാരണവശാലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, പിടികൂടി കർശന നിയമ നടപടികൾക്ക് വിധേയരാക്കും. ഇത്തരത്തിൽ അബദ്ധം പറ്റി പ്രവാസികളായ നിരവധി പേർക്ക് പണി കിട്ടിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് പോലുള്ളവ ഒരു കാരണവശാലും രാജ്യത്തേക്ക് കടത്താൻ അനുവദിക്കില്ല എന്നിരിക്കെ കഴിഞ്ഞ ദിവസം ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിച്ചു കളഞ്ഞ സംഭവമാണ് ഉണ്ടായത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് യാത്രക്കാരനെ കുടുക്കിയത്. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 8.7 കിലോ ലഹരിമരുന്നാണ് ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി പിടികൂടിയത്. ബുധനാഴ്ചയാണ് വിമാനത്താവളത്തിൽ നാടകീയ സംഭവം അരങ്ങേറിയത്. ഹെഡ്ലൈനിൽ ഒളിപ്പിച്ച ലഹരിമരുന്നാണ് പിടികൂടിയത്. വിമാനത്താവളം വഴി കൊണ്ടുപോയ കാർഡ്ബോർഡ് പാക്കേജുകളിൽ ഷാർജ എയർപോർട്ട് കസ്റ്റംസ് സെന്ററിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. തുടർന്ന് യാത്രക്കാരനെ നിരീക്ഷിക്കുകയും പാക്കേജിൽ വിശദമായ പരിശോധന നടത്തുകയുമായിരുന്നു. യാത്രക്കാരനിൽ നിന്നും 10,934 ലഹരി ഗുളികകൾ കണ്ടെത്തുകയായിരുന്നു. ആകെ 8.716 കിലോ തൂക്കമുള്ള ലഹരി മരുന്നാണ് ഹെഡ്ലൈറ്റിനുള്ളിൽ നിന്ന് പിടികൂടിയത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത വസ്തുക്കൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല, നേരത്തെ കുവൈത്തിൽ കടൽ വഴി കൊണ്ടുവരാൻ ശ്രമിച്ച 164 കിലോഗ്രാം മയക്കുമരുന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്തിരുന്നത്. അയൽ രാജ്യത്ത് നിന്ന് ബോട്ടിൽ കുവൈത്തിലേക്ക് കടത്താനാണ് പ്രതികൾ ശ്രമിച്ചത്. വാട്ടർ ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന് കണ്ടെത്തിയത്. ഏകദേശം 4,50,000 കുവൈറ്റ് ദിനാർ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന 5 പേരെയും അധികൃതർ അറസ്റ്റ് ചെയ്തു. പ്രതികളെയും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും നിയമ നടപടികൾക്കായി അധികൃതർ കൈമാറുകയും ചെയ്തിരുന്നു. അതേസമയം നേരത്തെ ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത് ഈ 2 സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഒമാനിൽ തപാൽ പാർസലിൽ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ലഹരി മരുന്ന് കസ്റ്റംസ് അധികൃതർ പിടികൂടുകയുണ്ടായി. പാർസലിലാക്കിയെത്തിയ 1 കിലോഗ്രാം ലഹരി മരുന്നാണ് പിടികൂടിയത്. ബന്ധപ്പെട്ട അധികൃതർ പിടിച്ചെടുത്തതും. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഒമാൻ കസ്റ്റംസ് അറിയിച്ചിരുന്നു.